മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഫിഫ ലോകകപ്പ് ഫൈനലിന്റെ മത്സരം കഴിഞ്ഞു. അതിന്റെ വിധി വന്നു. ആരാണ് ജയിച്ചതെന്നൊക്കെ എല്ലാവരും അറിഞ്ഞു. അതിന്റെ ആരവമാണ് ഇപ്പോഴും അലയടിക്കുന്നത്. അർജന്റീന ജയിക്കും എന്ന 100% വിജയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന്മേൽ വെല്ലുവിളികൾ, അത് ചെയ്യാൻ കഴിയാതെ പോയതിന്റെ ആശ്വാസം, അധികം വെല്ലുവിളികളില്ലാതെ കളിക്കാരെ മാത്രം ടിക് ടാക് വഴിയിലൂടെ നമുക്ക് തകർക്കാം എന്ന ഉറച്ച വിശ്വാസത്തിലിറങ്ങിയ സ്പെയിൻ. ഒരൊറ്റ കളിക്കാരന്റെ പേര് മാത്രം എടുത്തു പറയാൻ കഴിയില്ല. കാരണം അതിലുള്ള എല്ലാ കളിക്കാരും അവരുടെ പരമാവധി കളിച്ച് രാജ്യത്തെ മുഴുവനായും അത് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം തന്നെയായിരുന്നു. ടിക് ടാക് നിയമം മറ്റൊന്നുമല്ല, കളിക്കാരെ അവസാനം വരെ കളിക്കളത്തിനകത്ത് ഓടിച്ച് അവസാന നിമിഷത്തിൽ ഉള്ള സ്ട്രൈക്ക്, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും നടന്നത്. അതിലൂടെ തന്നെയാണ് നാളിതുവരെയും സ്പെയിൻ മറ്റ് രാജ്യക്കാരെ തോൽപ്പിച്ചതും വിജയത്തിലേക്ക് കയറിയിട്ടുള്ളതും. ഒരു പുതുചരിത്രം തന്നെയാണ് സ്പെയിൻ കുറിച്ചത്. എന്തായാലും കളിക്കളം പറമ്പാവുന്നതിന് പിന്നാലെ തന്നെ അടിപ്പറമ്പായ സാഹചര്യം ഉണ്ടായിരുന്നു. ഫിഫയെ ഇത്രത്തോളം ആവേശത്തോടു കൂടി എടുത്ത മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനം ഉണ്ടാകില്ല. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ലഹരിയായി നമുക്ക് ആ സ്പോർട്സിനെ കൂടി കാണാം എന്ന നല്ലൊരു സന്ദേശമാണ് ഇതുവഴി നൽകുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞത്. എന്തായാലും ഫിഫ ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം ആ വേദിയിൽ കൂട്ടത്തല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കളിച്ച് ജയിക്കാൻ കഴിയില്ല, എന്നാൽ പിന്നെ ഇടികൂടി ജയിക്കാം എന്നായിരിക്കാം അർജന്റീന വിചാരിച്ചിട്ടുണ്ടാവുക എന്നാണ് പലരും പറയുന്നത്. നാടകീയ രംഗങ്ങൾക്ക്, കയ്യാങ്കളികൾക്കും സാക്ഷ്യം വഹിച്ച ന്യൂജേഴ്സി സ്റ്റേഡിയം. ആവേശകരമായ കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്ത് സ്പെയിൻ തങ്ങളുടെ രണ്ടാം ലോകകപ്പ് കിരീടം ചൂടിയെങ്കിലും മത്സരശേഷമുണ്ടായ കയ്യാങ്കളി ഫുട്ബോൾ ലോകത്തിന് നാണക്കേടായിരിക്കുകയാണ്. തോൽവിക്ക് പിന്നാലെ നിയന്ത്രണം വിട്ട അർജന്റീന താരങ്ങൾ സ്പാനിഷ് കളിക്കാരനുമായി മൈതാനത്ത് ഏറ്റുമുട്ടുകയായിരുന്നു. അക്രമ സംഭവങ്ങളെ തുടർന്ന് അർജന്റീനയുടെ മധ്യനിര താരം ലിയാൻഡ്രോയ്ക്ക് റഫറി ചുവപ്പ് കാർഡ് നൽകുകയും ചെയ്തു. മത്സരത്തിന്റെ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാനാകാതെ സമനില പാലിച്ചതിനെ തുടർന്ന് കളി അധിക സമയത്തേക്ക് നീളുകയായിരുന്നു. 106-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോളാണ് സ്പെയിനിന് ചരിത്ര വിജയം സമ്മാനിച്ചത്. നായകൻ ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് മത്സരമെന്ന നിലയിൽ അർജന്റീനയ്ക്ക് ഇത് കണ്ണീരിന്റെ മടക്കമായി തന്നെയാണ് മാറിയത്. മൈതാനം യുദ്ധക്കളമായി മാറി. കഴുത്തിന് പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. മത്സരം അവസാനിച്ചതായി പ്രഖ്യാപിച്ച റഫറി ഫൈനൽ വിസില് മുഴക്കിയതോടുകൂടിയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. സ്പെയിനിന്റെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങൾ വിജയം ആഘോഷിക്കാൻ മൈതാനത്തേക്ക് ഓടിയെത്തിയപ്പോൾ അർജന്റീന പ്രതിരോധ താരം ഈ നഹുവേൽ മൊളീന സ്പാനിഷ് താരത്തിന് നേരെ കൈയോങ്ങി അടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ അർജന്റീനയുടെ ലിയാൻഡ്രോ പെരേഡസ് സ്പാനിഷ് പ്രതിരോധ താരം എറിക് ഗാർഷ്യയുടെ കഴുത്തിന് പിടിച്ച് തള്ളുകയും സഹതാരം ഗാവിയെ മൈതാനത്തേക്ക് ഗുസ്തി പിടിക്കുന്നത് പോലെ നിലത്തേക്ക് വീഴ്ത്തുകയും ചെയ്തു. കളിക്കാർ പരസ്പരം കയ്യേറ്റം ചെയ്യുകയും പഞ്ച് ചെയ്യുകയും ചെയ്തതോടുകൂടി കോച്ചുമാരും സുരക്ഷാ ജീവനക്കാരും ഓടിയെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. മത്സരത്തിന് ശേഷമുള്ള ഈ മോശം പെരുമാറ്റത്തിനാണ് റഫറി നേരിട്ട് ചുവപ്പ് കാർഡ് വീശിയത്. മത്സരത്തിലുടനീളം കടുത്ത ഫൗളുകളുമായാണ് അർജന്റീന സ്പെയിനെ നേരിട്ടത്. നിശ്ചയ സമയത്തിന്റെ അവസാന മിനിറ്റുകളിൽ 90+2 സ്പാനിഷ് താരം പൊക്യുവാസിനെ അപകടകരമായ രീതിയിൽ ഫൗൾ ചെയ്തതിന് അർജന്റീനയുടെ ചെൽസി താരം എൻസോ ഫെർണാണ്ടോസിന് 2ാം മഞ്ഞ കാർഡും തുടർന്ന് ചുവപ്പ് കാർഡും കണ്ട് പുറത്തായി. ഇതോടെ 10 പേരുമായാണ് അർജന്റീന അധിക സമയത്ത് കളിച്ചത്. മത്സരത്തിന് ശേഷം പരേഡസ് കൂടി ചുവപ്പ് കാർഡ് വാങ്ങിയതോടെ അർജന്റീനയുടെ 2 താരങ്ങളാണ് മത്സരത്തിൽ ശിക്ഷാ നടപടി നേരിട്ടത്. അർജന്റീന താരങ്ങളുടെ ഈ പെരുമാറ്റത്തിനെതിരെ മുൻ ഫുട്ബോൾ താരങ്ങളായ ഗൗരി നെവിലും അലൻ ഷിയറും കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അർജന്റീന ടീമിന്റെ പെരുമാറ്റം തികച്ചും അപമാനകരമാണ് എന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ തോൽവിയിലും സ്പാനിഷ് താരങ്ങൾക്ക് കൈകൊടുത്ത് മാന്യത പുലർത്തിയ ലയണൽ മെസ്സിയെ മുൻ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ഷോ ഹാർഡ് പ്രശംസിക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ സ്പെയിൻ ജയിച്ചതിന് പിന്നാലെ അർജന്റീന ആരാധകരായിട്ടുള്ള CPM-ലെ യുവ നേതാക്കളുമുണ്ട്. യുവ നേതാക്കൾ മാത്രമല്ല, മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ അർജന്റീന ആരാധകരാണ്.
നമുക്ക് നോക്കാം എന്നായിരുന്നു അവരൊക്കെ തന്നെ പറഞ്ഞത്. കാരണം 100% ഉറപ്പുണ്ടായിരുന്നു അർജന്റീന വിജയിക്കുമെന്ന്. എന്നാൽ അർജന്റീന വിജയിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഫുട്ബോൾ ഒരു ഘട്ടത്തിലും കാലിലേക്ക് പോലും തൊടാൻ പോലും കഴിയാതെ നിൽക്കുന്ന മെസ്സിയെയും പിള്ളാരെയുമാണ് കണ്ടത് എന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫ, മുൻ മന്ത്രി മുഹമ്മദ് റിയാസ്, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് എന്നിവരെ പരിഹസിച്ചുകൊണ്ടാണ് വസീഫ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സ്പെയിൻ ജയിച്ചു, മുഹമ്മദ് റിയാസിന് പനി, സനോജിന് തലവേദന, റഫീഖിന് ചെവിവേദനയും എന്നാണ് വസീഫ കുറിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റാണ്. റിയാസിക്ക് പനി, സനോജിന് തലവേദന, റഫീഖിനാണെങ്കിൽ ചെവിവേദനയും. സ്പെയിൻ ജയിച്ചു, അർജന്റീന തോറ്റു, അമ്പയെ തോറ്റു. എന്തായാലും കേരളത്തിലാണ് വലിയ ആവേശമുണ്ടായിരുന്നത്. കേരളത്തിൽ അർജന്റീന തോറ്റതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പറയുന്നു. മെസ്സി അപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ അർജന്റീന ആരാധകരെ കൊണ്ട് ഒരു തരത്തിലും ഒരു സഹി കെട്ടുപോയ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണം വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേര് പ്രതികരിച്ചത്. എന്തായാലും ആ പ്രതികരണം ഒന്ന് കേൾക്കാം. കളിയിൽ സ്പെയിൻ ഡിസർവ് ചെയ്യുന്ന കളി, പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് അർജന്റീന ഡിഫൻസ് ആയിട്ട് പെനാൽറ്റി പിടിക്കാൻ നോക്കി. എന്തായാലും സ്പെയിൻ ഡിസർവ് ചെയ്യുന്ന കളി. അതായത് ഒരു നിമിഷം പോലും അല്ലെങ്കിൽ വളരെ ചെറിയ നേരം മാത്രമാണ് അർജന്റീന നന്നായിട്ട് കളിക്കുന്നത് കണ്ടത്. അത് സ്പെയിൻ ഇങ്ങോട്ടൊരു ഗോൾ അടിച്ചപ്പോഴാണ് അർജന്റീന അങ്ങോട്ടൊന്ന് അറ്റാക്ക് ചെയ്യാൻ ലാസ്റ്റ് തുടങ്ങിയത്. 10 ആൾക്കാർ കൊണ്ട് ചുരുങ്ങിയതുകൊണ്ട് തന്നെ ഒന്ന് ഡിഫൻസ് നോക്കി പെനാൽറ്റി പിടിക്കാൻ നോക്കിയിരുന്നത്. പക്ഷെ നടന്നില്ല. സ്പെയിൻ നല്ല കളിയാണ്. എന്താണ് മെസ്സിയുടെ ഒരു പ്രകടനം? എന്താ ചെയ്യാ, തോറ്റു ഫൈനലിൽ തോറ്റു, ഒന്നും പറയല്ല, തോറ്റു, അത്രേ ഉള്ളൂ. അതിനല്ലേ നിരാശയുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ കപ്പടിച്ചതാണ്. വേറെ ആരും ഇതുപോലെ ഇവരെ ഐഡിയൽ ആയിട്ട് കൊണ്ടു നടക്കുന്ന റൊണാൾഡോക്ക് നെയ്മറിന്റെ കപ്പില്ല, മെസ്സിക്കാണുള്ളത്. ഇവിടെ ഈ സ്പെയിൻ ആരാധകരുടെ കൂടെ ബാച്ചുവൽ ഫാൻസ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ എന്തിനാ ഈ കിടന്ന് സന്തോഷിക്കുന്ന അറിയത്തില്ല. കപ്പുണ്ടോ? What?